ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കോമൺ പേപ്പറിൽ യൂണിറ്റ് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പോർഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 2ൻ്റെ പേര് ടൈപ്സ് ഓഫ് റീഡിങ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക് ഇൻവോൾവ് ഇൻ റീഡിങ്. സോറി കേട്ടോ, 3 ആയി. ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് അതുപോലെ തന്നെ ടെക്നിക്കാണ് റീഡിങ്ങിന് ഉള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് റീഡിങ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ റീഡിങ്, അതായത് വായിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പുകൾ, അതായത് മെത്തേഡുകൾ, പിന്നെ അതിൽ എന്തൊക്കെ ടെക്നിക്കുകളാണ് വായിക്കാനായിട്ട്. അപ്പം അതിൽ നമ്മൾ സ്കിമ്മിങ് പറഞ്ഞു, സ്കാനിങ് പറഞ്ഞു, രണ്ടാണ് നമ്മൾ പഠിച്ചു അല്ലേ. സ്കിമ്മിങ്ങും സ്കാനിങ്ങും രണ്ടും പെട്ടെന്ന് വായിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ, സ്കാനിങ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് വേണ്ടത് എന്താണോ ആ ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞത് ക്ലോസ് റീഡിങ് ആയിരുന്നു. ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, അല്ലെങ്കിൽ ക്ലോസിങ് റീഡിങ്ങിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, തറോ റീഡിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അവിടെ വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞ മെത്തേഡിൽ വി റീഡ് ദ വോൾ ടെക്സ്റ്റ്, മൊത്തം ടെക്സ്റ്റ് നമ്മൾ വായിക്കും, വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പാർട്ട്, ഒരു ഭാഗവും വിടാതെ, ആൻഡ് പേയിങ് കീൻ അറ്റൻഷൻ. കീൻ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, ടു എവറി വേർഡ്, സെൻറ്റൻസ് ആൻഡ് ഈവൻ പങ്ക്ച്വേഷൻ മാർക്ക്. അതിലുള്ള ഓരോ വാക്കിനും ഓരോ സെൻറ്റൻസിനും പങ്ക്ച്വേഷൻ മാർക്ക്, അതായത് എന്താ പറയുക, ഫുൾ സ്റ്റോപ്പ്, കോമ, സെമി കോളൻ, അങ്ങനെയുള്ള ഓരോന്നിനും നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടേ വായിക്കുള്ളൂ. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടെക്സ്റ്റ് ആസ് കംപ്ലീറ്റ്ലി ആൻഡ് ഡീപ്ലി ആസ് പോസിബിൾ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത്ര ആഴത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതാണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത് കേട്ടോ. സോ വാട്ട് ഈസ് ക്ലോസ് റീഡിങ്? ക്ലോസ് റീഡിങ് ഈസ് ദ റീഡിങ് ഓഫ് whole text without skipping any part and paying keen attention to every word, sentence and even punctuation mark in order to understand the text as completely and deeply as possible. അതാണ് ക്ലോസ് റീഡിങ്. ഇനി ക്ലോസ് റീഡിങ് ഈസ് ദ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ് എ ടെക്സ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ സ്കിമ്മിങ് ഒക്കെ നമ്മൾ ചെയ്യുക പെട്ടെന്ന് വായിച്ചു പോയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലാക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റിവേഴ്സ്, ഓപ്പോസിറ്റാണ് ക്ലോസ് റീഡിങ് എന്ന് പറയാം. ആൻഡ് ഡിമാൻഡ്സ് ഇൻറ്റൻസ് കോൺസെൻട്രേഷൻ. സ്കിമ്മിങ് പോലെയല്ല, ക്ലോസ് റീഡിങ്ങിന് ഭയങ്കര കോൺസെൻട്രേഷൻ ആവശ്യമാണ്. എന്താ കോൺസെൻട്രേഷൻ? ഏകാഗ്രത ആവശ്യമാണ്. ഷോർട്ട് പാസേജസ് ആർ യൂഷ്വലി യൂസ് ടു കണ്ടക്ട് ദിസ്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന പാസേജസ് ക്ലോസ് റീഡിങ്ങിന് തരാറുള്ളൂ. കാരണം അത് ഫുള്ളായിട്ട് മനസ്സിലാക്കണമല്ലോ. The approach enables readers in understanding how an author consciously and employed particularly phrases. അപ്പോൾ ഇങ്ങനെ ക്ലോസ് റീഡിങ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ഫ്രേസസ് ഉപയോഗിച്ചിട്ടുള്ളത്, ലിറ്റററി ഡിവൈസസ് അത്രയും കോൺഷ്യസ് ആയിട്ട് ബോധമുള്ള രീതിയിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പർട്ടിക്കുലർ ഫ്രേസസ്, ലിറ്റററി ഡിവൈസസ്, അതുവഴി എങ്ങനെയാണ് കോൺസെപ്റ്റ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കുറച്ചും കൂടെ ഒരു ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെറ്റീരിയൽ ത്രൂ ക്ലോസ് റീഡിങ്. അങ്ങനെ ആ ഒരു മെറ്റീരിയലിനെ ക്ലോസ് റീഡിങ്ങിലൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് നമുക്ക് ക്രിറ്റിക്കലായിട്ട് അനാലിസിസ് ചെയ്യുക, അതായത് വിമർശനപരമായിട്ട് വിശകലനം ചെയ്യാനും നമുക്കിവിടെ സാധിക്കും. ഓക്കെ, അപ്പോൾ ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നടത്താറ് നമുക്ക് പഠിക്കാനുള്ള സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഒക്കെ, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, അതൊക്കെയാണ് നമ്മൾ കൂടുതലും ക്ലോസ് റീഡിങ് നടത്താറ്. അപ്പോൾ ക്ലോസ് റീഡിങ്ങുള്ള സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താ, റീഡ് ദ ടെക്സ്റ്റ് തറോലി. ആദ്യമായിട്ട് എന്താണ്, ടെക്സ്റ്റ് നമ്മൾ തറോ ആയിട്ട് വായിക്കും. Readers should make an effort to comprehend the most crucial concepts and അപ്പോൾ ഈ ഒരു ക്ലോസ് റീഡിങ്ങിലൂടെ നമുക്ക് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്, റീഡേഴ്സ് എന്ത് ചെയ്യും, ഷുഡ് മെയ്ഡ് ആൻ എഫേർട്ട് ടു കോംപ്രിഹെൻഡ് ദ മോസ്റ്റ് ക്രൂഷ്യൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കും, കണ്ടൻറ്റ് മനസ്സിലാക്കും. അത് ആദ്യത്തെ പ്രാവശ്യം ഒരു നോവലൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമ്മൾ അതിലായി തന്നെ മനസ്സിലാക്കുക. വാട്ട് ഈസ് സെൻട്രൽ തീം ഓർ മെസ്സേജ് ഓഫ് ദ പാസേജ്. പാസേജിൻ്റെ സെൻട്രൽ തീം എന്താണ്, മെസ്സേജ് എന്താണ്. ഇൻ ദിസ് പാസേജ് ആർ ദർ എനി ക്യാരക്ടേഴ്സ് ഓർ പീപ്പിൾ. ഈ പാസേജിൽ ക്യാരക്ടേഴ്സും പീപ്പിളും ഉണ്ടോ, അതൊക്കെ. ഇനി നെക്സ്റ്റ് എന്താ, വാട്ട് എക്സാക്ട്ലി ഈസ് ഗോയിങ് ദിസ് പാസേജ്. പാസേജിൽ എന്താ ശരിക്കും പറഞ്ഞിട്ടുള്ളത്. സോ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടോ. ഈസ് ദർ മൂവ്മെൻറ്റ്, അവിടെ മൂവ്മെൻറ്റ് ഉണ്ടോ. പിന്നെന്താ മനസ്സിലാക്കുക, ഹൗ ഡസ് ദിസ് പാസേജ് ഫിറ്റ് ഇൻ ടു ഓവറോൾ. ഈ ഒരു പാസേജ് കഥയ്ക്ക് എങ്ങനെയാണ് ഫിറ്റ് ആക്കുന്നത്, അതൊക്കെ.
സ്റ്റെപ്പ് 2 അണ്ടർസ്റ്റാൻഡ് പാറ്റേൺ ആൻഡ് മെത്തേഡ്സ്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ പാറ്റേണുകളും മെത്തേഡുകളും മനസ്സിലാക്കും. റീഡർ ഷുഡ് തിങ്ക് അബൌട്ട് ദ പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ് ദേ നോട്ടീസ്. മനസ്സിലാക്കും പാറ്റേൺസും മെത്തേഡ്സും ആഫ്റ്റർ റീഡിങ് ദ ബുക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം. ബുക്ക് വായിച്ചതിന് ശേഷം. ദേ കുഡ് ഓൾസോ, ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിൻ ചെയ്യും, ഏതൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തും. ഹൗ ഹാസ് ദിസ് ടെക്സ്റ്റ് ബീൻ ഓർഗനൈസ്ഡ്. എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആർ ദർ എനി റെക്കറിങ് തീംസ്. പിന്നെയും ഉണ്ടാവുന്ന തീമുകളുണ്ടോ, അല്ലെങ്കിൽ കീവേഡ്സ്, ഫ്രേസസ് ഉണ്ടോ. ഇൻ സച്ച് കേസ് ഉണ്ടെങ്കിൽ വൈ മൈ ദ ഓതർ ഹാവ് മെയ്ഡ് ദിസ് ചോയ്സ്. ഈ വാക്ക് എൻ്റെ പിന്നെയും ഓതർ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഈ തീം എൻ്റെ പിന്നെയും ഓതർ ഉപയോഗിക്കാൻ കാരണം എന്താണ്. ഇനി ഈസ് ദർ എനി ഇൻഫോർമേഷൻ ഇൻ ദിസ് ബുക്ക് ദാറ്റ് ഈസ് കോൺട്രാഡിക്ടറി. ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ. വാട്ട് ഇമ്പാക്ട് ഡസ് ദ കോൺട്രാസ്റ്റ് ഹാവ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ത് ഇമ്പാക്റ്റ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്. പിന്നെന്താ, ഡസ് ദ ഓതർ എംപ്ലോയ് എനി ലിറ്റററി ടാക്ടിക്സ്. സാഹിത്യപരമായിട്ടുള്ള എന്തെങ്കിലും സൂത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ പോയിട്ട്, ലൈക്ക് മെറ്റഫേഴ്സ് അല്ലെങ്കിൽ ഹൈപ്പർബോളി. സ്റ്റെപ്പ് 3 എന്താ ചെയ്യുന്നത്, റീഡ് ദ പാസേജ്. ആ പാസേജ് പിന്നെയും വായിക്കും. ദ റീഡർ ബിക്കം എക്വൈൻറ്റഡ് വിത്ത് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ടെക്സ്റ്റ്. ഇപ്പോൾ ആദ്യത്തെ വായനയും പിന്നെ അതുപോലെ പാറ്റേണൊക്കെ മനസ്സിലായപ്പോൾ റീഡറിന് ടെക്സ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഡ്യൂറിങ് ദ ഫസ്റ്റ് റീഡിങ്. കാരണം ആദ്യമായിട്ട് ഒരു വായന കഴിഞ്ഞിട്ടുണ്ട്. റീഡർ ഷുഡ് റീഡ് ദ ഫുൾ ചാപ്റ്റർ എ സെക്കൻഡ് ടൈം. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഫുൾ ചാപ്റ്റർ വായിക്കും വായനക്കാരൻ. വിത്ത് എ മോർ ഡെലിബറേറ്റ് ഫോക്കസ്. കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഓൺ ഓർഗനൈസേഷണൽ പാറ്റേൺസ്. അതെങ്ങനെ അടക്കി പെറുക്കി വെച്ചിരിക്കുന്നു, അതിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്നുകൂടെ അവിടെ ശ്രദ്ധിക്കും. ആഫ്റ്റർ ടേക്കിംഗ് നോട്ട് ഓഫ് പാറ്റേൺസ് ആൻഡ് സ്ട്രാറ്റജീസ്. അങ്ങനെ അതിൻ്റെ പാറ്റേണുകളെ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞ മെത്തേഡ് കുറിച്ചുള്ള നോട്ടൊക്കെ എഴുതിയെടുക്കും. വെൻ റീഡിങ് ദ സെക്ഷൻ എ സെക്കൻഡ് ടൈം. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ഹി ഓർ ഷീ, വായനക്കാരന്, ഷുഡ് പേ ഗ്രേറ്റ് അറ്റൻഷൻ ടു എനി റിപ്പീറ്റേഷൻ ഓഫ് സർട്ടൺ വേർഡ്സ്. ഏതെങ്കിലും വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. ആൻഡ് കൺസിഡർ, മനസ്സിലാക്കാൻ പറ്റും. ഹൗ ദോസ് റിപ്പീറ്റേഷൻസ്, ഈ റിപ്പീറ്റേഷൻസ് എഫക്ട് ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. എങ്ങനെയാണ് ടെക്സ്റ്റിൻ്റെ മീനിങ്ങിനെ ബാധിക്കുന്നതെന്ന്. സോ ക്ലോസ് റീഡിങ് സ്റ്റെപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, റീഡ് ദ ടെക്സ്റ്റ് തറോ ആയിട്ട് വായിക്കുക. സ്റ്റെപ്പ് 2, അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്. ആ ടെക്സ്റ്റിലെ പാറ്റേണുകളും മെത്തേഡും മനസ്സിലാക്കുക. സ്റ്റെപ്പ് 3, റീഡ് ദ പാസേജ്. വീണ്ടും പാസേജ് വായിക്കാം. അടുത്തതാണ് എമ്യൂസീവ് റീഡിങ്. അപ്പോൾ പേര് തന്നെ നമുക്കറിയാം, ആ വായന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകാനാണ്. അത് പ്രത്യേകിച്ച് പഠിക്കാനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആവശ്യത്തിനോ ഒന്നല്ല, നമുക്ക് പ്ലഷർ ലഭിക്കുക. അതാണ് എമ്യൂസീവ് റീഡിങ്ങിൻ്റെ ഒരു ഉദ്ദേശം. വി റീഡ് ഫോർ പ്ലഷർ. അണ്ടർലൈൻ ചെയ്യുക. സച്ച് റീഡിങ് ഈസ് നോൺ ആസ് എമ്യൂസീവ് റീഡിങ്. അതിനെയാണ് എമ്യൂസീവ് റീഡിംഗ് എന്ന് പറയുക. ചോയ്സ് ഓഫ് ദ ടെക്സ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ദ റീഡർ മേ ഇഗ്നോർ അൺഫെമിലിയർ വേർഡ്സ്. മനസ്സിലായില്ലെങ്കിൽ ആ വാക്ക് അപ്പം തന്നെ സ്കിപ്പ് ചെയ്യുക. അതിൻ്റെ പിറകെ പോകേണ്ട കാര്യമില്ല. മനസ്സിലാവാത്ത എക്സ്പ്രഷൻസ് അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഹി ഓർ ഷീ ക്യാൻ സ്കിപ്പ് കോംപ്ലക്സ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനെ സ്കിപ്പ് ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യാം. ദിസ് ക്യാൻ ബി, ഈ ഒരു എമ്യൂസീവ് റീഡിങ്ങിനെ നമുക്ക് ടൈം പാസ് റീഡിംഗ് എന്നും വായിക്കാം. നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മാഗസീനൊക്കെ വായിക്കും. അതൊക്കെ എമ്യൂസീവ് റീഡിങ്ങിന് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. എന്താണ് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്? ദിസ് ടൈപ്പ് ഓഫ് റീഡിങ് റിക്വയർസ് കീൻ അറ്റൻഷൻ. വരികളുടെ ഇടയിൽ വായിക്കുക എന്ന് പറയുക. അപ്പോൾ ഇതിന് ഭയങ്കര ശ്രദ്ധ ആവശ്യമാണ്. ഓരോ ഡീറ്റെയിലും മനസ്സിലാവണം. ഫോർ ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ഡിസ്കവർ ഹിഡൻ മീനിങ്സ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഹിഡൻ ആയിട്ടുള്ള, അത് ഉള്ളിലടങ്ങിയിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവണം. ദ റീഡർ, വായനക്കാരൻ, ലൊക്കേറ്റ്സ് ആൻഡ് സ്പെസിഫിക്കലി അണ്ടർസ്റ്റാൻഡ്സ് ദ ഓതേഴ്സ് മെസ്സേജസ് ഫോളോയിങ് സർട്ടൺ സജഷൻസ് ആൻഡ് ക്ലൂസ്. ഓതറുടെ മെസ്സേജസ് മനസ്സിലാക്കണം. വിച്ച് ഹി ഓർ ഷീ, അത് ഓതർ എഴുത്തുകാരൻ്റെ ക്ലൂവിലൂടെ അല്ലെങ്കിൽ സജഷനിലൂടെ വായനക്കാരനത് മനസ്സിലാക്കണം. ഹി ഓർ ഷീ ഡിസേൺസ് ഇൻ സം വേർഡ്സ്, ചില വാക്കുകളിൽ നിന്നുള്ള സൂചനകളിലൂടെ, എക്സ്പ്രഷനുകളിൽ നിന്നുള്ള സൂചനകളിലൂടെ, അങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ, പങ്ക്ച്വേഷൻ, അസോസിയേഷൻസ് എക്സെട്ര. ഒരു എഴുത്തുകാരൻ്റെ ഒരു ക്ലൂവിൽ നിന്ന് വായനക്കാരനത് മനസ്സിലാക്കണം. സച്ച് റീഡിങ് റിക്വയർസ് വൈഡ് നോളജ്. ഇങ്ങനെ റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് ചെയ്യണമെങ്കിൽ വായനക്കാരന് നല്ല അറിവുണ്ടായിരിക്കണം. അനാലിറ്റിക്കൽ, വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ആൻഡ് ലോജിക്കലായിട്ടുള്ളൊരു മൈൻഡും ഉണ്ടാവണം. ഐ ഫോർ ഹിഡൻ മാറ്റേഴ്സ്, ഉള്ളിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ചശക്തി ഉണ്ടാവണം. കണ്ണിങ്ങിലി റിട്ടൺ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റിഡിൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റീഡിങ്. വളരെ ബുദ്ധിപരമായി എഴുതിയിട്ടുള്ള ചില പരസ്യങ്ങൾ, അതൊക്കെ നമുക്ക് ഫസ്റ്റ് ചിന്തയിൽ തന്നെ മനസ്സിലാവില്ല. ഭയങ്കരമായിട്ട് അതിൽ അത്രയും ലോജിക്കലായിട്ട് എഴുതിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ചില റിഡിൽസ്, ഇതൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് റീഡിങ്ങിന്, റീഡിങ് ബിറ്റ്വീൻ ലൈൻസിന് എക്സാമ്പിളാണെന്ന് പറയാണ്. ഓക്കെ. ഇനി ഇവിടെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക.
വി മേ റീഡ് ദ സെയിം ടെക്സ്റ്റ് ഡിഫറെൻ്റ്ലി. ഒരു ടെക്സ്റ്റിനെ നമ്മൾ പല രീതിയിൽ വായിക്കും. ഇൻ ദ കേസ് ഓഫ് ടൈം പാസ് റീഡിങ് ഓഫ് നോവൽ, ചിലപ്പോൾ നോവലാണെങ്കിൽ ടൈം പാസ് ചെയ്യാൻ വേണ്ടി വെറുതെ സമയം കളയാൻ വായിക്കും. പക്ഷേ നമ്മൾ ഒരു ചിലപ്പോൾ അതേ നോവൽ തന്നെ നമ്മൾ ക്രിറ്റിക്കലായിട്ടുള്ളൊരു ആസ്വാദനക്കുറിപ്പ് അപ്രീസിയേഷൻ എഴുതാൻ വായിക്കും അല്ലേ. സ്റ്റുഡൻസ് ഹാവ് ടു മാസ്റ്റർ ഓൾ ടൈപ്സ് ഓഫ് റീഡിങ്. കുട്ടികളായ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് റീഡിങ്ങിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ നമ്മുടെ സ്റ്റഡീസിൽ. നൗ ലെറ്റ് us see how each type of reading is practiced. എങ്ങനെയാണ് ഓരോ ടൈപ്പ് റീഡിങ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് എക്സെർട്ട് ഓഫ് ദ സ്റ്റോറി. ഇവിടെ ഒരു കഥയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ആൻസർ ചെയ്യാൻ പറയാണ്. അപ്പോൾ നമുക്ക് പാസേജ് നോക്കാം കേട്ടോ. ഓക്ക് ഡിഡിൻ വേക്ക് അപ്പ് ആസ് ഹി ഹാഡ് വിഷ്ഡ്. ഓക്ക് പേഴ്സൺ ആണ്. ഡിഡിൻ വേക്ക് അപ്പ് എഴുന്നേറ്റില്ല. ആസ് ഹി ഹാഡ് വിഷ്ഡ് അവൻ ആഗ്രഹിച്ച പോലെ. ബട്ട് പോള വാസ് ദർ ബിസൈഡ് ഹിം. അവൻ്റെ അടുത്ത് ആരുണ്ടായിരുന്നു? പോള ഉണ്ടായിരുന്നു. സ്നോറിങ് ഹാർഷ്ലി ഇനഫ് ടു എനോയ് ദ ബീസ്റ്റ് ഇൻ ദ ജംഗിൾ. അപ്പോൾ പോള എന്താ ചെയ്തിരുന്നത്? സ്നോറിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. ഹാർഷ്ലി ശക്തമായിട്ട്. ഇനഫ് ടു എനോയ് ദ ബീസ്റ്റ് ഇൻ ദ ജംഗിൾ. കാട്ടിൽ, ജംഗിൾ എന്ന് പറഞ്ഞാൽ കാട്, ബീസ്റ്റ് എന്താ? ആനിമൽസ്. കാട്ടിലെ ആനിമൽസിനെ പോലും എൻജോയ് ചെയ്യുന്ന രീതിയിൽ, എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരുന്നു പോളയുടെ കൂർക്കം വലി. വെൻ റാസി ഓപ്പൺ ദ ഡോർ ഓഫ് ദ ടൈനി റൂം. റാക്കി വന്നിട്ട് അവരുടെ ആ ഒരു അവർ കിടന്നിരുന്ന റൂം ടൈനി ചെറിയ റൂമായിരുന്നു. അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ വാട്ട് ഷീ സോ വോസ്, എന്താ കണ്ടത് റാക്കി? ഡിസ്ഗസ്റ്റഡ് ഹെർ, അവൾക്കത് ഭയങ്കര പേടി ഉണ്ടാക്കി. എന്താണ്? ഷീ കവേർഡ് ദ ബോയ്സ് വിത്ത് എ ഷീറ്റ് ആൻഡ് സ്റ്റോംപ്ഡ് ഔട്ട്. വേഗം വന്നിട്ട് ഈ ബോയ്സ്, 2 ബോയ്സിനെയും എന്ത് ചെയ്തു? കവർ ചെയ്തു, മൂടി, ഒരു ഷീറ്റ് വെച്ചിട്ട്. ആൻഡ് സ്റ്റോംപ്ഡ് ഔട്ട്, കടന്നു. സ്ലാമിങ് ദ ഡോർ, വാതിലടച്ചിട്ട്. ഷീ വെൻറ്റ് ടു ജെയ്സി ടു കംപ്ലെയിൻ. എന്നിട്ട് ഇറാക്കി ആരുടെ അടുത്തേക്ക് പോയി? ജെയ്സിയുടെ അടുത്തേക്ക് പോയി. എന്തോ കംപ്ലെയിൻ എന്തോ പരാതി പറയാൻ പോയി. എന്താ പരാതി? വൈ വേർ യു സോ ഇംപേഷ്യൻ ടു കിക്ക് മീ ഔട്ട് ഓഫ് ബെഡ് സോ ഏർലി. എന്ത് പരാതിയാണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വേഗം ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കാഞ്ഞേ? വൈൽ യുവർ സൺസ് സിങ് ദ ഡെവിൾസ് സോങ് ത്രൂ ദ നോസ് ഈവൺ അറ്റ് ദിസ് ലേറ്റ് മോർണിംഗ്. നിങ്ങളുടെ മക്കൾ 2 പേരും ഡെവിളിൻ്റെ സോങ് മൂക്കിലൂടെ പാടി. ഇത്ര ലേറ്റ് മോർണിംഗ് ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കിക്ക് മീ ഔട്ട് ഓഫ് ദ ബെഡ്, എന്നെ എഴുന്നേൽപ്പിക്കാഞ്ഞേ? ഗ്രൈൻഡിങ് ഹെർ ടീത്ത് ഷീ സ്റ്റാംപ്ഡ് ത്രൂ ദ നേരോ ഹോൾ ടു വാം ബ്രൈറ്റ് സൺ. പല്ല് തേച്ചുകൊണ്ട് അവൾ ആ ഒരു നേരോ ഹോളിലൂടെ സൂര്യനെ നോക്കി നടന്നു. ഹു വാസ് ജെയ്സി? അതുപോലെ വാസ് റാക്കി കമ്പോസ്ഡ്? വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ പ്ലേസ്, ടൈം ആൻഡ് പേഴ്സൺസ് റെഫേർഡ് ഇൻ ദിസ് പാരഗ്രാഫ്? അപ്പോൾ എന്താ? ഹു വാസ് ജെയ്സി? ആരാണ് ജെയ്സി എന്ന് പറയുന്ന കഥാപാത്രം? ജെയ്സി ആരാണ്? ഈ 2 പേരുടെയും മദറാണെന്ന് നമുക്ക് ക്ലിയർ ആണ് അല്ലേ? അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഹു വാസ് ജെയ്സി എന്ന ക്വസ്റ്റ്യന് എന്താണ് ഉത്തരം? ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ യു ക്യാൻ റഷ് ത്രൂ ദ ലൈൻസ് ടിൽ ദ ലാസ്റ്റ് സെൻറ്റൻസ്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, ലാസ്റ്റ് സെൻറ്റൻസ് വരെ മനസ്സിലാക്കുക. റാസി കോൾസ് ദ ബോയ്സ് യുവർ സൺസ്. റാസി ജെയ്സിയോട് പറയുന്നുണ്ട്, ഈ സൺസിൻ്റെ 2 കാര്യം പറഞ്ഞപ്പോൾ യുവർ സൺസ്, നിൻ്റെ മക്കൾ എന്ന്. അപ്പോൾ ക്ലിയർ ആണ്, ഈ 2 ആൺപിള്ളേരുടെ അമ്മയാണ് ആര്? ജെയ്സി. യു സ്കാൻ ദ പാരഗ്രാഫ് ടു ഫൈൻഡ് ദ ആൻസർ. ഉത്തരം കിട്ടിയ എന്താണ്? ജെയ്സി വാസ് ദ മദർ ഓഫ് ഓക്ക് ആൻഡ് പോള. 2 ബോയ്സാണ് ഓക്കും പോളയും. അവരുടെ അമ്മയാണ് ആര്? ജെയ്സി. സോ ഹു വാസ് ജെയ്സി? ജെയ്സി വാസ് ദ മദർ ഓഫ് ഓക്ക് ആൻഡ് പോള. പക്ഷെ ഓക്ക് ആൻഡ് പോളയുടെ അമ്മയാണെന്ന് ഡയറക്റ്റായിട്ട് അവിടെ ആൻസർ തന്നിട്ടുണ്ടോ? ഇല്ല. റാക്കി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ 2 മക്കൾ, യുവർ സൺസ്, നിൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് വ്യക്തമായത് ജെയ്സി ഇവർ 2 പേരുടെയും മദറാണെന്ന്. ക്ലിയർ? വാസ് റാസി കമ്പോസ്ഡ്? വാസ് റാക്കി കമ്പോസ് എന്തുട്ടാ? എന്താണത്? ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് റാക്കി. റാക്കിയുടെ മെൻ്റൽ സ്റ്റേറ്റ്സ്, മാനസികാവസ്ഥയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ടു ലുക്ക് ഫോർ എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ് പോയിൻറ്റേഴ്സ് ടു ദ ആൻസർ. വളരെ ശ്രദ്ധയോടെ ചിന്തിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. യു ക്യാൻ ഇഗ്നോർ ദോസ് പാർട്സ് ഓഫ് പാരഗ്രാഫ് റാസിസ് മെൻ്റൽ സ്റ്റേറ്റ് ഈസ് നോട്ട് ഡീൽഡ് വിത്ത്. റാസിയുടെ മാനസികാവസ്ഥ പറയാത്ത പാരഗ്രാഫ് നമുക്ക് വിട്ടുകളയാം. ദ ലാസ്റ്റ് സെൻറ്റൻസസ് എക്സ്പ്രസ് ഹെർ ആക്ഷൻസ് ആൻഡ് ഫീലിങ്സ്, ദേ കണ്ടെയ്ൻ ദ ആൻസർ. എന്താ ഉത്തരം? You skim through the lines to read the sentence to locate the answer. No, Rasi was not composed. Rasi അവിടെ കമ്പോസ് ചെയ്തിട്ടില്ല. ഓക്കെ.
ഇനി വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ ടൈം പ്ലേസ് ആൻഡ് പേഴ്സൺസ് റെഫർ ടു ദ പാരഗ്രാഫ്. അവിടെ കുറിച്ചുള്ള ആളുകളെ കുറിച്ചിട്ട്, ആ സ്ഥലത്തെ കുറിച്ചിട്ട്, പേഴ്സൺസിനെ കുറിച്ച് എന്താ മനസ്സിലായേ? ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ യു ഹാവ് ടു റീഡ് ദ വോൾ ടെക്സ്റ്റ് കെയർഫുള്ളി. മൊത്തം ആ പാസേജ് വായിക്കണം. വിത്ത് എ ഫോക്കസ്, വളരെ ശ്രദ്ധയോടെയും ഫോക്കസോടും കൂടിയും ഓൾ പോസിബിൾ ഇൻഫർമേഷൻ, മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കണം. അബൌട്ട് ദ, എന്തിനെക്കുറിച്ച്? പ്ലേസ്, സ്ഥലത്തെക്കുറിച്ച്, ടൈം, സമയത്തെക്കുറിച്ച്, ആൻഡ് പേഴ്സൺസ്, വ്യക്തികളെ കുറിച്ച്. ദ ആൻസർ ബി, ദ പ്ലേസ് ഈസ്, ഒരു കാര്യം ക്ലിയർ ആണ്, ജംഗിളിൻ്റെ ശബ്ദം എന്ന് പറയുന്നുണ്ട്, ബീസ്റ്റിൻ്റെ ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ ഒരു ജംഗിളാണെന്നറിയാം അല്ലേ. പ്ലേസ് ഈസ് എ റസ്റ്റിക് ഏരിയ, ഒരു ഗ്രാമമാണ്, കുഗ്രാമമാണ്. നിയർ എ ജംഗിൾ, അതിൻ്റെ അടുത്ത് കാടുണ്ടെന്ന് ക്ലിയർ ആണ്. ബീസ്റ്റിൻ്റെ ശബ്ദം എന്നൊക്കെ പറയുന്നുണ്ട്, ആനിമൽസിൻ്റെ ശബ്ദം എന്നൊക്കെ പറയുന്നുണ്ട്, ജംഗിൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ദ ഹൗസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്മോൾ വൺ ആണ്. കാരണം ടൈനി റൂം എന്ന് പറയുന്നുണ്ട്. ഹൗസ് ഇസ് എ സ്മോൾ വൺ. ഫോർ ബോയ്സ് ബെഡ്റൂം എന്താണ്? അതുകൊണ്ട് തന്നെ ടൈനി ആണ്. ഹോളും എന്താന്ന് പറയുന്നുണ്ട്? നേരോ, ഇടുങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട് ചെറുതാണ് അല്ലേ. ഇനി ടൈം എന്താണ്? ലേറ്റ് മോർണിംഗ്. ഇത്ര നേരം ലേറ്റ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. നേരം ഒരുപാട് വെളുത്തു. റാസി ആരോട് പറയുന്നുണ്ട്? ജെയ്സിയോട് പറയുന്നുണ്ട്. ഹെർ സൺസ് ആയിട്ടുള്ള, ജെയ്സിയുടെ മക്കളായിട്ടുള്ള ഓക്ക് ആൻഡ് പോള അവരാണ്. ആൻഡ് റാക്കി ആർ ദ ക്യാരക്ടേഴ്സ് മെൻഷൻ ഹിയർ. ഇവരൊക്കെയാണ് ക്യാരക്ടേഴ്സ് അല്ലേ. റാക്കി ക്യാൻ ബി ജെയ്സീസ് ഡോട്ടർ. ഒരു പക്ഷേ റാക്കി ആരുടെ ഡോട്ടർ ആയിരിക്കാം? ജെയ്സിയുടെ ഡോട്ടർ ആയിരിക്കാം. ജെയ്സി ഈസ് എ കൺവെൻഷണൽ മദർ ഹു തിങ്സ് ദാറ്റ് വിമൻ ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ ഹൗസ് ഹോൾഡ് കോഴ്സ് ആൻഡ് ഫോർ മെയിൻറ്റെയിനിങ് ട്രഡീഷണൽ പ്രാക്ടീസ്. ഇതിൽ റാക്കിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ജെയ്സി എന്ന് പറയുന്ന അമ്മ ആൺകുട്ടികൾക്ക് വലിയ പണികളൊന്നും ചെയ്യണ്ട, പെൺകുട്ടികൾ എല്ലാ പണിയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ റാസിയോടാണ് എല്ലാ ജോബും ചെയ്യാനായിട്ട് പറയുന്നത്. ആൺകുട്ടികൾ ഒരുപാട് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ജെയ്സിയുടെ ഒരു ക്യാരക്ടർ. ജെയ്സിക്ക് 3 മക്കളാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഓക്ക്, പോള, ഒരു മകളാണ് റാക്കി. ക്ലിയർ ആണോ? ജെയ്സി എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു അമ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഫോർ മെയിൻറ്റെയിനിങ് ട്രഡീഷണൽ പ്രാക്ടീസസ്. ഓക്കെ, ദേ ആർ നോട്ട് ആസ് പ്രിവിലേജ്ഡ് ആസ് മെൻ, സോ ഹി എക്സ്പോസസ് ഹെർ അതോറിറ്റി ഓൺ റാക്കി. അമ്മ ഇപ്പോൾ അധികാരം കാണിക്കാൻ മകളോടാണ്. റാദർ ഹാർഷ്ലി, ക്രൂരതയൊക്കെ. ആൻഡ് ലീവ്സ് ദ ബോയ്സ് ടു എൻജോയ് ദ സ്ലീപ്പ്. ആൺപിള്ളേരെ അവർ എന്തോരം ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടിരിക്കുകയാണ്. ആസ് ലോങ് ആസ് ദേ വാണ്ട്, അവർക്ക് ആവശ്യമുള്ള സമയം വരെ. റാസി സ്ട്രോങ് ഹെഡഡ് ആൻഡ് റീബെൽസ്. റാക്കി ഇതിനെ വളരെയധികം എതിർക്കുന്ന ഒരു വിപ്ലവകാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറയാം. കാരണം അവൾക്ക് ആ ഒരു ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് ഇഷ്ടമല്ല ബിറ്റ്വീൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ്. അത് കാരണം അവൾ ഒരു മോളായത് കൊണ്ട് അവൾക്ക് ഒരുപാട് വേർതിരിവ് അമ്മയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയണം. ആഫ്റ്റർ ദ എക്സ്പ്രഷൻ ഓഫ് ഹെർ ആങ്കർ, അതുകൊണ്ടാണ് അവൾ ഇത്രയും ദേഷ്യത്തിൽ പറയുന്നത്. ഷീ സ്റ്റെപ്സ് ടു ദ വാം ആൻഡ് ബ്രൈറ്റ് സൺ. അവൾ സൂര്യൻ്റെ അടുത്തേക്ക് പോവാണ്. സജസ്റ്റിംഗ് ദാറ്റ് ഷീ ഈസ് റൈറ്റ്, അവളാണ് ശരി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ആൻഡ് ഹെർ വിഷ് വിൽ ബി ഫുൾഫിൽഡ്, അവളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ എന്ന്. ഓക്ക് ക്യാൻ ബി എ ലേസി ബോയ്. ഓക്ക് ഒരു ലേസി ബോയ് ആയിരിക്കാം, അതാണ് അവിടെ കിടന്നുറങ്ങുന്നത്. ഹി വിഷ് ടു ഗെറ്റ് അപ്പ് ഏർലി ബട്ട് നിഡ് നോട്ട്. നേരത്തെ എഴുന്നേൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എഴുന്നേൽക്കുന്നില്ല. ഇതിൽ നിന്ന് മടിയാണെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ പോളാരെ ലൗഡ് ആൻഡ് ഹാർഷ് സ്നോറിങ്, കുറുക്കം വലിക്കൽ, ഡസ് നോട്ട് ഇറിറ്റേറ്റ് ഹിം, അത് ഓക്കേനെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് മേക്സ് ഹിം ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്, അവൻ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നുമില്ല. മേ ഹി വാസ് നോട്ട് സ്ലീപ്പിംഗ്, ഒരു പക്ഷെ അവൻ ഉറങ്ങല്ലായിരിക്കും. ബട്ട് ലൈയിങ് ലേസിലി, കാരണം എന്താ, ഉറക്കം നടിച്ചടക്കം എടുക്കായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന് പറയണം. പോള ഈസ് എ ഡിവൈൻ സ്ലീപ്പർ ആണ്. ഹു ഈസ് ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ടൈം ആൻഡ് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ചോ സമയത്തെക്കുറിച്ചോ ഒന്നും ചിന്തയില്ലാത്ത കാര്യത്തെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ വാട്ട് മെയ്ഡ് റാസി ഡിസ്കസ്റ്റഡ്. എന്താണ് റാക്കിയെ ഡിസ്കസ്റ്റഡ്, ദേഷ്യം വരുത്താനുള്ള കാരണം? ഡിസ്കസ്റ്റഡ് മീൻ ദേഷ്യം വരുത്താനുള്ള കാരണം. ദർ ആർ സജഷൻസ് അബൌട്ട് ദ റീസൺസ് ഫോർ, കാരണങ്ങളുണ്ട്. പോളാസ് ലൗഡ് ആൻഡ് ഹാർഷ് സ്നോറിങ്, പോളേരെ ഉറക്കനെയുള്ള കൂർക്കം വലി. ആൻഡ് ബോയ്സ് സ്ലീപ്പി, ഇത്ര നേരം പുലർന്നിട്ടും ബോയ്സ് കിടന്നുറങ്ങുന്നു. ലേറ്റ് മോർണിംഗ്, അതൊക്കെയാണ് കാരണം ദേഷ്യം വരാൻ. വൺ സജഷൻ ഈസ് ദാറ്റ് ഇൻ ദർ ഒബ്ലിയസ് സ്ലീപ്സ് ദേ വർ നോട്ട് ഡീസൻ്റ്ലി കവേർഡ്. ഇനി ഉറങ്ങിയപ്പോൾ മര്യാദയ്ക്ക് ഡീസൻ്റ് കവർ ചെയ്തിട്ട് വസ്ത്രം ധരിച്ചിട്ടും അല്ല അവർ കിടക്കുന്നത്. അപ്പം അതും ആർക്ക് ദേഷ്യം വന്നിട്ടുണ്ട്? റാസിക്ക് ദേഷ്യം വരാനായിട്ട് കാരണമുണ്ട്. ദാറ്റ് ഈസ് വൈ ദോ ഡിസ്കസ്ഡ്, ദേഷ്യം വന്നാലും ഷീ കവേഴ്സ് ദം, അവളൊരു ഷീറ്റ് എടുത്ത് അവരെ കവർ ചെയ്യുന്നുണ്ട് ദേഷ്യം വന്നിട്ട് കൂടെ. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ്
ഏറ്റവും അവൾക്ക് ദേഷ്യം വരാറാക്കി കാരണം എന്താ, ജെയ്സി അമ്മയായിട്ടുള്ള ജെയ്സിയുടെ വേർതിരിവാണ്. എഗെയിൻസ്റ്റ് ഇൻ ഫേവർ ഓഫ് ദ ബോയ്സിനോടുള്ള ഒരു താല്പര്യം കൂടുതൽ. ടു അറൈവ് അറ്റ് ദീസ് ആൻസേഴ്സ്, ഈ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഇതാണ് ഉത്തരം, നമ്മളെ ടെക്സ്റ്റ് വിസ്ഡം അതുപോലെ തന്നെ വളരെ കീൻനെസ് എന്ന് പറഞ്ഞ ശ്രദ്ധയോടെ കൂടെ നമ്മൾ വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം അതിൽ കുറച്ച് ക്ലൂസ് മാത്രമാണുള്ളത്. അതുപോലെ ഹിഡൻ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സജഷൻസും അതിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദ എക്സ്പ്ലിസിറ്റ് റീസൺസ് വിൽ സ്ട്രൈക്ക് യു വൈൽ സ്കിമ്മിങ് ആൻഡ് ഇംപ്ലിസിറ്റ് വൺസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓൺലി വെൻ വി റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ചെയ്തിട്ട് കാര്യമില്ല, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസിലൂടെ തന്നെ അത് മനസ്സിലാവുള്ളൂ എന്ന് പറയണം. 5th ക്വസ്റ്റ്യൻ എന്താ, വിൽ റാസി ബി ഡിസ്കസ്റ്റഡ് ഫോർ എവർ? റാസിക്ക് എപ്പോഴും ദേഷ്യമുണ്ടോ? The end of the paragraph is a clear indication that Razi will get up all the peace and happiness and that she wishes for. എപ്പോഴും അവൾക്ക് ദേഷ്യമൊന്നുമില്ല. അവൾ ആ സൂര്യൻ്റെ അടുത്തേക്ക് പോയി എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആണ്, അവൾ സമാധാനത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ തന്നെയാണ്, അത് തന്നെയാണ് അവളുടെ ആഗ്രഹവും. When she gets out of tiny rustic house, ആ വീട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ to the wide and beautiful nature, ആ ഒരു ചെറിയ വീട്ടിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതിയിലേക്ക് എത്തിയപ്പോൾ അവിടെ അവൾക്ക് എന്തുണ്ട്, ബ്രൈറ്റ് സൺ ഷൈനി പ്രോമിസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. വാട്ട് ടെക്നിക് ഹാസ് ദ ഓതർ എംപ്ലോയ് ടു എംഫസൈസ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ, ശുഭാപ്തി വിശ്വാസത്തിന് എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ദ ഓതർ ഹാസ് എംപ്ലോയ്ഡ് ദ കോൺട്രാസ്റ്റിംഗ് ഇമേജസ് ടു എംഫസൈസ് ഇസ് ഹെർ ഒപ്റ്റിമിസം. എന്താണ്, ഒരുപാട് ഇമേജസ് കൊണ്ടുവന്നുണ്ട്. ദ ഫസ്റ്റ് ഇമേജ് എന്താണ്, 2 ബോയ്സ്, ഒരു ശ്രദ്ധയില്ലാതെ ലേറ്റ് മോർണിംഗിൽ ഉറങ്ങുന്ന ബോയ്സ്, അവർ തോന്നിയ പോലെ കവർ ചെയ്ത് കിടക്കുകയാണ്, കൂർക്കം വലിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതൊരു ഐഡിയ എന്താണ്, റസ്റ്റിക് ഒരു ലാൻഡാണ്, നേരെ ഹോളാണ്, സ്മോളർ ബെഡ്റൂമാണ്, പിന്നെ അമ്മ ഒരുപാട് വേർതിരിവുകൾ നടത്തുന്നുണ്ട്, ജെയ്സിയുടെ വേർതിരിവുകൾ, അതൊക്കെയാണ്. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓഫ് ഹൗസ് ആണ് ക്ലിയർ ചെയ്യുന്നത്. വാട്ട് ക്യാൻ ബി ഓതേഴ്സ് ഇൻറ്റൻഷൻ? എഴുത്തുകാരൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം? ടു അണ്ടർസ്റ്റാൻഡ് ദ ഓതേഴ്സ് ഇൻറ്റൻഷൻ ക്ലിയർലി നമ്മൾ തെറോ റീഡിങ് ആവശ്യമാണ്. ഐഡിയാസ്, പെർസ്പെക്റ്റീവ്സ്, തോട്ട്സ്, ഹിഡൻ മീനിങ്സ്, ക്ലൂസ്, അതൊക്കെ ആയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ കൺസിഡറിങ് ഓൾ സച്ച് എലമെൻറ്റ്സ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓതേഴ്സ് ഇൻറ്റൻഷൻ ഈസ് ടു ബ്രിങ് ദ ലൈറ്റ് അബൌട്ട് ദ ഫോളോയിങ് ഐഡിയാസ്. എന്താശയങ്ങളൊക്കെയാണ് ഇവിടെ എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നത്? ഡിസ്ക്രിമിനേഷൻ അബൌട്ട് വിമൻ, സ്ത്രീകളോടുള്ള ആ ഒരു വേർതിരിവ് അത് അധികകാലം നിലനിൽക്കില്ല എന്നുള്ളതാണ്. ദെൻ സക്സസ് ഓഫ് എഡ്യൂക്കേഴ്സ് അഗെയിൻസ്റ്റ്, അങ്ങനെ അതിനെതിരോടെ പ്രതികരിക്കുന്നവർ വിജയിക്കുമെന്ന് പറയണം, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ അവർക്കുണ്ട്. ദെൻ ബ്ലീക്ക്നെസ് ഓഫ് ലൈഫ് ഇൻറ്റീരിയർ ഓഫ് മാൻ, ഒരു ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ. അതായത് നോട്ട് ഇൻ വൈഡ് വാം ബ്യൂട്ടിഫുൾ നേച്ചർ, പ്രകൃതിയെ കാണിക്കുന്നുണ്ട്. ലിവിങ് ഇൻ ട്യൂൺ വിത്ത് നേച്ചർ, പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു ജീവിതം. ദ ഓൺലി വേ ടു ഗെറ്റ് ഹാപ്പി, പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നാലേ സന്തോഷമുള്ളൂ, കണ്ടൻറ് ലൈഫുള്ളൂ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയണം. ഇനി യു ക്യാൻ റീച്ച് മോർ സച്ച് കൺക്ലൂഷൻ ബൈ അനലൈസിങ് ഇറ്റ്. കൂടുതൽ നമ്മൾ വായിച്ച് കൂടുതൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയണം. ദെൻ റീക്യാപ്പ് എന്താ അവിടെ പറയുന്നത്? ദർ ആർ 2 ബ്രോഡ് കാറ്റഗറീസ് ഓഫ് റീഡിങ്. എന്തൊക്കെയാണ്? ആക്റ്റീവ് റീഡിങ്ങും പാസീവ് റീഡിങ്. കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ആക്റ്റീവും അല്ലാത്തത് പാസീവുമാണ്. വേരിയസ് ടൈപ്പ് ഓഫ് റീഡിങ്ങിനെ കുറിച്ച് പഠിച്ചു അല്ലേ? സ്കിമ്മിങ്, സ്കാനിങ്, ക്ലോസ് റീഡിങ്, എമ്യൂസീവ് റീഡിങ്, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് റീഡിംഗ് ആണ്, കുറേ പോർഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യും, ജനറൽ ആയിട്ടുള്ളൊരു കോംപ്രിഹെൻഷൻ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ റീഡിങ് ത്രൂ ദ ലൈൻസ്, പാരഗ്രാഫ് ക്വിക്ക്ലി വായിക്കും, പക്ഷേ തറവായിട്ടല്ല, സ്പെസിഫിക് ഇൻഫർമേഷന്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വോൾ ടെക്സ്റ്റ് വായിക്കും, ഒരു ഭാഗവും നമ്മൾ സ്കിപ്പ് ചെയ്യില്ല, കീൻ അറ്റൻഷൻ കിട്ടും, അണ്ടർസ്റ്റാൻഡ് തറോലി, അതാണ് ഡീപ്ലി. മ്യൂസിക് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലഷറാണ്, ഫ്രീ ടൈമിൽ ചെയ്യുന്നതാണ്. റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് പറഞ്ഞാൽ കീൻ അറ്റൻഷനാണ്, എവറി ഡീറ്റെയിലാണ്, ഹിഡൻ മീനിങ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 3 സ്റ്റെപ്സ് ടു ക്ലോസ് റീഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? റീഡിംഗ് ടെക്സ്റ്റ് ത്രൂ തറോലി, അണ്ടർസ്റ്റാൻഡ് പാറ്റേൺ ആൻഡ് മെത്തേഡ്സ്, ദെൻ റീഡ് ദ പാസേജ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.